ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാസ്ത ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഈവനിങ് സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വളരെ സ്വീറ്റ് ആയിട്ടാണ് ഞാൻ ഈ പാസ്ത തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പാസ്തയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പാസ്ത തയ്യാറാക്കുന്നത്. പാസ്ത നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററോളം വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാസ്ത വേവിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിവിടെ പാസ്ത നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് പാസ്ത എന്ന് പറയുന്നത് 250 ml കപ്പിന് 1.5 കപ്പ് പാസ്തയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പാസ്ത നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഓരോ പാസ്തയ്ക്കും ഓരോ തരത്തിലുള്ള വേവാണ്. അപ്പോൾ മാക്രോണിക്ക് വേറെ വേവാണ്, ഈ പാസ്തയ്ക്ക് വേറെയും വേവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട്. നമ്മളിത് സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ ഈ പാസ്ത തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പാസ്തയൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ചിലത് 20 മിനിറ്റ്, ചിലത് 12 മിനിറ്റ്, അങ്ങനെ ഓരോ പാസ്തക്കും ഓരോ തരത്തിലുള്ള വേവാണ്. ഇപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 2 അച്ച് ശർക്കര ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് ഉരുക്കി വരുന്നത് വരേക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ശർക്കര പെട്ടെന്നൊന്ന് ഉരുക്കി വരുന്നതിന് വേണ്ടി അത് ചതച്ചിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുക്കിയതും കൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ അത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ചേർത്തിട്ട് കൊടുക്കണം. ശർക്കര പാനിയിലേക്ക് ഇങ്ങനെ പാസ്ത ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്തയിലേക്ക് ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ട് വരികയും അങ്ങനെ നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടുകയും ചെയ്യും. നമ്മൾ പലതരത്തിൽ പാസ്ത തയ്യാറാക്കാറുണ്ട്. അധികവും നമ്മൾ പാലും അതുപോലെ ഫ്രഷ് ക്രീമും ഒക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ മസാല ചേർത്തിട്ടും ഒക്കെയാണ് പാസ്ത തയ്യാറാക്കാറ്. ഇതിന് ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് അധികം ആളുകൾക്കും ഇഷ്ടമാവുന്നത് ഈ പാലും അതുപോലെ ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ടുള്ള പാസ്ത ആയിരിക്കും. അപ്പം ഇതുപോലെ സ്വീറ്റായിട്ട് പാസ്ത തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പാസ്തയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ചിരവിയത് നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കേണ്ടതുണ്ട്. അത് ഞാനിപ്പോൾ തേങ്ങാപ്പാലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടുള്ളതാണ്. ഒരു 8 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, 1 കപ്പ് കട്ടിയുള്ള പാലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഈ പാസ്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാസ്ത ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലേ, ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കാം. കമൻറ്റ് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.